നമസ്കാരം, ഞാൻ ഡോക്ടർ ശ്രീഷ്മ. ഇന്നത്തെ നമ്മളുടെ വിഷയം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഉരമരുന്നിനെ കുറിച്ചിട്ടാണ്. ഈ 21ാം നൂറ്റാണ്ടില് ഇത്രത്തോളം ശാസ്ത്രം പുരോഗമിച്ചിരിക്കുന്ന ഈ ഒരു സന്ദർഭത്തില് ഉരമരുന്ന് പോലെയുള്ള പ്രയോഗങ്ങൾക്ക് എന്താണ് പ്രാധാന്യം എന്ന് നിങ്ങളിൽ പലരും ചിന്തിക്കുന്നുണ്ടാവും. ഇന്ന് നമ്മളുടെ നാട്ടില് പലതരത്തിലുള്ള പകർച്ചവ്യാധികൾ സ്പ്രെഡ് ആവുന്നുണ്ട്. ഇങ്ങനെയുള്ള രോഗങ്ങൾ വരുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് എന്താ? നമുക്ക് രോഗപ്രതിരോധ ശേഷി കുറവുള്ളത് കൊണ്ടാണ് ഈ രോഗങ്ങളൊക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ രോഗപ്രതിരോധ ശേഷി കൂടാനുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ അടുത്ത ഒന്നാണ്, കുഞ്ഞുങ്ങള് സ്കൂളിലൊക്കെ വിട്ട് അവർക്ക് ഒരുപാട് പഠിക്കാനൊക്കെയുള്ള ഒരു സാഹചര്യം വരുമ്പോൾ എക്സാമിന് മുന്നേ ഒക്കെ ആയിട്ട് പേരൻസ് വന്ന് ചോദിക്കുന്ന ഒരു കാര്യമാണ്, മോന് മറവിയാണ് അല്ലെങ്കിൽ മോൾക്ക് മറവിയാണ്, പഠിച്ചതൊന്നും ഓർമ്മ നിൽക്കുന്നില്ല, എപ്പോഴും ക്ഷീണമാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയും. അതിന് വേണ്ടിയിട്ട് ഇൻസ്റ്റന്റ് ആയിട്ട് എന്തെങ്കിലും കൊടുക്കാനുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ഇവിടെ നമ്മൾ അനുവർത്തിക്കുന്നത് കതിരിൽ വളം വെക്കുന്ന പോലത്തെ ഒരു പ്രക്രിയയാണ്. നമ്മൾ ചെയ്യേണ്ട സമയത്ത് ഓരോന്നും ചെയ്യാതിരുന്ന് പിന്നീട് അത് ചെയ്തു കഴിഞ്ഞാൽ ഗുണമൊന്നും കിട്ടില്ല. ഈ ഉരമരുന്നിന് ആ പേര് വരാനുള്ള കാരണം അത് കല്ലിലൊക്കെ ഉരച്ചു കൊടുക്കുന്നത് കൊണ്ടാണ്. ഇതിൽ 15ഓളം മെഡിസിൻസ് വരുന്നുണ്ട്. ഇത് മുലപ്പാലിലാണ് ഉരച്ചു കൊടുക്കേണ്ടത്. മുലപ്പാൽ ഇല്ലാത്ത സാഹചര്യത്തിലാണെങ്കിൽ ചെറുതേൻ ഉപയോഗിക്കാം, അല്ല എങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളവും ഉപയോഗിക്കാം. ഈ ഉരമരുന്നിന്റെ പ്രയോഗം ശരിക്കും ഒരു 3 തലത്തിൽ നിന്നിട്ടുള്ളതാണ്. ഒന്നാമത്തത് ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ട്രാക്ടിന്റെ പ്രൊട്ടക്ഷൻ, രണ്ടാമത്തത് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ സ്റ്റിമുലേഷൻ, മൂന്നാമത്തത് ഇമ്മ്യൂണോ മോഡുലേഷൻ. ഇതിൽ അടങ്ങിയിരിക്കുന്ന മരുന്നുകൾ കുട്ടികളുടെ കുടലിന്റെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുന്നു, ഗട്ട് മൈക്രോബിയോമിനെ സ്ട്രെങ്തൻ ചെയ്തിട്ട് ഗട്ടിന്റെ ഹെൽത്തിനെ സഹായിക്കുകയും ഇതുവഴി ശരീരത്തെ രോഗങ്ങളെ ചെറുക്കാനും ശക്തമായ രോഗപ്രതിരോധ സംവിധാനം വികസിപ്പിക്കാനായിട്ടും സഹായിക്കും. ഒരാളുടെ കുടലും ബ്രെയിനുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഈ ഗട്ട് ബ്രെയിൻ ആക്സിസിനെ സ്ട്രെങ്തൻ ചെയ്യുന്നതിലൂടെ നല്ല ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യത്തിന് സഹായിക്കുന്നു. നമ്മളുടെ കുടലിന്റെ പ്രവർത്തനത്തിനെ ബ്രെയിനുമായിട്ടും തിരിച്ചും ബന്ധിപ്പിക്കുന്ന ഒന്നാണ് ഈ ഗട്ട് ബ്രെയിൻ ആക്സിസ് എന്ന് പറയുന്നത്. കുഞ്ഞുങ്ങളുടെ നാഡീവ്യൂഹത്തിന്റെ വികാസത്തിനും ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും ഒക്കെ കൂടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ സ്വരശുദ്ധിക്കും കണ്ഠശുദ്ധിക്കും ഒക്കെ ഉതകുന്ന മെഡിസിൻസ് ആണ് ഈ ഉരമരുന്നിലുള്ളത്. ഇതുവഴി കുഞ്ഞുങ്ങൾക്ക് ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന ഹൈപ്പർ ആക്ടിവിറ്റി പോലെയുള്ള പ്രശ്നങ്ങൾ, ഓൾഡ് ഏജിലൊക്കെ വരുന്ന മറവി, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാതിരിക്കാനായിട്ട് ഇത് സഹായിക്കുന്നതാണ്. ഈ മരുന്നുകളെല്ലാം കഫപ്രധാനമായിട്ടുള്ള രോഗങ്ങളെ മാറ്റാനും കൂടെ സഹായിക്കുന്നതാണ്. ഇത് കൊടുക്കുന്നത് വഴി ദഹനക്കേട് പോലെയുള്ള പ്രശ്നങ്ങള്, വിശപ്പില്ലായ്മ, കൃമിയുടെ പ്രശ്നങ്ങള് ഇതെല്ലാം മാറുന്നതാണ്. പണ്ടത്തെ കാലത്ത് ഉരമരുന്ന് അങ്ങാടിക്കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്ന് അത് കഴുകി ഉണക്കി ഒരു ഉരകല്ലിൽ ഇട്ടിട്ട് ഉരച്ചിട്ട് നാക്കിൽ വെച്ച് കൊടുക്കുന്ന കാര്യമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്ന് ശരിക്കും നമുക്ക് ഈ മെഡിസിൻസ് ടാബ്ലറ്റ് ഫോമിലും അവൈലബിൾ ആണ്. ഇതിൽ ഓരോ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിക്കാരുണ്ടാക്കുന്ന അവരുടെ ആ ഒരു പ്രോഡക്റ്റിനും ഇൻഗ്രീഡിയൻസിന്റെ കാര്യത്തിൽ വ്യത്യാസം വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മെഡിസിൻസ് കൊടുക്കുന്നതിന് മുന്നേ അടുത്തുള്ള ഒരു ആയുർവേദ ഡോക്ടറെ കണ്ട് എത്ര ഡോസ് വേണം, എത്ര നേരം കൊടുക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം ഉപയോഗിക്കുക. കാരണം ഇത് കൊടുക്കുന്നതിന് മുന്നേ കുഞ്ഞിന്റെ പ്രായം, അത് എത്ര ദിവസമായി അല്ലെങ്കിൽ എത്ര ആഴ്ചയായി, മാസങ്ങളായി, ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയണം. അതുപോലെ തന്നെ കുഞ്ഞിന്റെ തൂക്കം, അതൊക്കെ അനുസരിച്ചിട്ടാണ് ഇതിന്റെ ഡോസ് നിശ്ചയിക്കുന്നത്. അതുകൊണ്ട് ഒരു ഡോക്ടറെ കണ്ട് ഡോക്ടറെ എടുക്കുന്ന കാര്യങ്ങൾ, എന്തൊക്കെ സംശയങ്ങളുണ്ടോ അതെല്ലാം ചോദിച്ച് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം ഇത് തുടങ്ങാം. ഈ ഉരമരുന്ന് ഉരച്ചു കൊടുക്കും തോറും ഒരു ഗുളിക ഒരു നേരത്തേക്ക് വേണ്ടി വരില്ല, 1/4 ഭാഗമോ അരഭാഗമോ എടുത്താൽ മതി. ഇനി ഇതിലൊരു പ്രശ്നം വരാനുള്ള സാധ്യത, ഈ ഉരമരുന്നിന്റെ ഗുളിക പകുതി ഉരച്ചെടുത്തതിന് ശേഷം ബാക്കി അടച്ചൊക്കെ വെക്കുകയാണെങ്കിൽ ഇത് നനവ് കാരണം അതിൽ പൂപ്പലൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ മരുന്ന് കുഞ്ഞിന് കൊടുത്തതിന്റെ ബാക്കി അമ്മയോട് കഴിക്കാനായിട്ട് പറയുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ പാല് കുടിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഈ അമ്മയുടെ പാല് വഴി ഇതിന്റെ ഗുണം ലഭിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ അമ്മമാർക്ക് എന്തെങ്കിലും സ്തന്യദൂഷ്യം ഒക്കെ ഉള്ളതാണെങ്കിൽ അത് മാറാനായിട്ടും ഈ മരുന്ന് സഹായിക്കുന്നതാണ്. ഇതിനു പുറമെ വയറിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉതകുന്ന തരത്തിലുള്ള ആയുർവേദിക് ഡ്രോപ്സ് അവൈലബിൾ ആണ്. അത് വാങ്ങി വെച്ചിട്ടാണെങ്കിലും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. പണ്ടത്തെ കാലത്ത് ഈ ഉരമരുന്ന് കൊടുക്കുമ്പോൾ അത് ഓരോന്നും വാങ്ങിക്കൊണ്ട് വന്ന് കല്ലിൽ ഉരച്ചായിരുന്നു കൊടുത്തോണ്ടിരുന്നത്. ഇത് ശരിക്കും പിന്നീട് ഇത് ഉപയോഗിച്ചതിന് ശേഷം കഴുകി ഉണക്കിയൊന്നും വെക്കാതെ ഇതെടുത്ത് മാറ്റി വെക്കും. അങ്ങനെയുള്ള സമയത്ത് ഇതിൽ ആ വെള്ളത്തിന്റെ അംശം കൊണ്ട് പൂപ്പൽ ബാധയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഇത് പിന്നീട് ശ്രദ്ധിക്കാതെ കുഞ്ഞിന് കഴിക്കാനൊക്കെ കൊടുക്കുകയാണെങ്കിലാണ് വേറെ കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടി ആരുടെയെങ്കിലും ഒപ്പീനിയനോടുകൂടി മാത്രം ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ ഉരമരുന്ന് കൊടുക്കുക എന്നുള്ളത്. പ്രീ ടൈം ആയിട്ട് ജനിച്ച കുഞ്ഞുങ്ങൾക്കും എന്തെങ്കിലും ബ്ലീഡിംഗ് ഒക്കെയുള്ള കുഞ്ഞുങ്ങൾക്കൊന്നും ഈ ഉരമരുന്ന് ആ സമയത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. സാധാരണഗതിയിൽ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി വന്നതിന്റെ പിറ്റേ ദിവസം മുതൽ തന്നെ ഇത് ഉപയോഗിച്ച് തുടങ്ങാവുന്നതാണ്.
ഇനി ഇതിന്റെ അളവ് കൂടി പോവുകയാണെങ്കിൽ മലദ്വാരത്തില് ചുവപ്പ് നിറം അങ്ങനെയൊക്കെ കാണാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായിട്ടുള്ള ഒരു ഡോസ് ഡോക്ടറെ കൊണ്ട് ഫിക്സ് ചെയ്യിച്ചതിന് ശേഷം മാത്രം ഉപയോഗിക്കാനായിട്ട് പറയുന്നത്.